പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, ഭാഗ്യം എൻ്റെ അടുത്തൂടെ പോയിട്ടില്ല. എപ്പോഴെങ്കിലും ഒരു ജോലി കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു, ബിസിനസ് തുടങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കല്യാണം മുടങ്ങിപ്പോകുമ്പോൾ, ഇങ്ങനെ പല സംഭവങ്ങളും വരുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഭാഗ്യം എൻ്റെ അടുത്തൂടെ പോയിട്ടേ ഇല്ലാണ്ട്. ആക്ച്വലി അങ്ങനെയാണോ? അത് നമ്മുടെ മനോഭാവമല്ലേ? ഒരിക്കൽ ഒരാൾ ഇതുപോലെ ആൾക്ക് പഠിത്തമൊക്കെ കഴിഞ്ഞു, ജോബ് ഒത്തിരി അന്വേഷിക്കുന്നു, പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. എപ്പോഴും ആളുടെ മനസ്സിൽ ഇത് തന്നെയാണ് പറയുന്നത്, ലൈക്ക് എനിക്ക് ഭാഗ്യം ഒട്ടും ഇല്ല, ഐ എം അൺലക്കി എന്നാണ് എപ്പോഴും പറയാറുള്ളത്. അങ്ങനെ വരുമ്പോൾ ജോലി ഓപ്പർച്യൂണിറ്റീസിന് അപ്ലൈ ചെയ്യുന്നു, അത് കിട്ടുന്നില്ല. ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു, അത് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആളുടെ ഒരു റിലേറ്റീവ്, പ്രായമായ ഒരു റിലേറ്റീവിൻ്റെ അടുത്ത് ഒന്നിങ്ങനെ അഡ്വൈസ് ചോദിക്കുന്നു. അപ്പം ആളിങ്ങനെ പറയുന്നു, അപ്പൂപ്പൻ ആളോട് ചോദിക്കുന്നു, നീ ഇപ്പം നിൻ്റെ ചുറ്റുമുള്ള കുറച്ച് റെഡ് സാധനങ്ങളുടെ പേര് ഒന്ന് നോക്കിയിട്ട് പറയൂ എന്ന് പറഞ്ഞു. ആളങ്ങനെ ആ ചുറ്റും ഇരുന്ന് ആ മുറിയിലുണ്ടായിരുന്ന കുറേ റെഡ് സാധനങ്ങൾ തേടി കണ്ടുപിടിച്ചു. ഒരു പേന, ഒരു ബുക്ക്, ഒരു ഫോണ്, ഇതൊക്കെ തേടി കണ്ടുപിടിച്ചിട്ട് ആൾ പറഞ്ഞു, ഇതൊക്കെയാണ് ഞാൻ കണ്ടുപിടിച്ച റെഡ് ഒബ്ജക്ട്സ്. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പൂപ്പൻ ചോദിച്ചു, നീ ഇപ്പോൾ കുറച്ച് അവിടെ നീ ഇരുന്ന റൂമിൽ നീ കണ്ട കുറച്ച് ഗ്രീൻ ഒബ്ജക്ട്സിൻ്റെ പേര് പറയാമോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ആളങ്ങ് അമ്മായിരുന്നു. ബിക്കോസ് ആളത് നോക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്നോട് പറഞ്ഞിരുന്ന റെഡ് ഒബ്ജക്ട്സിനെ കുറിച്ച് നോക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു, ഞാൻ അത് മാത്രമാണ് നോക്കിയത്. ഇതാണ് നമ്മുടെ എല്ലാം ജീവിതത്തിലും സംഭവിക്കുന്നത്. നമ്മൾ ഏതിലോട്ടാണോ ഫോക്കസ് ചെയ്തത്, ആൾ റെഡിലോട്ട് മാത്രം ഫോക്കസ് ചെയ്തു, അതുകൊണ്ട് റെഡ് ഒബ്ജക്ട്സ് മാത്രം കണ്ടു, ഗ്രീൻ ഒബ്ജക്ട്സ് കണ്ടില്ല. ഇത് തന്നെയാണ് നമുക്കെല്ലാവർക്കും സംഭവിക്കുന്നത്. നമ്മൾ നമ്മുടെ ലൈഫിൽ പോസിറ്റീവിലോട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് കാര്യങ്ങൾ തന്നെ നടക്കത്തുള്ളൂ. പക്ഷേ നമ്മൾ എന്താ ഫോക്കസ് ചെയ്യുന്നത്, നമുക്കൊരു 100 സൗഭാഗ്യങ്ങളുണ്ടായിരിക്കും, പക്ഷെ ഒരു നഷ്ടമുണ്ടായാൽ നമ്മൾ അതിലോട്ടായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു 1%, 99% നമുക്ക് നല്ലതായിരിക്കും ലൈഫിൽ സംഭവിക്കുന്നത്. പക്ഷേ അതിലൊരു 1% എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിലോട്ട് മാത്രമായിരിക്കും നമ്മുടെ ഫോക്കസ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ നിർഭാഗ്യവാന്മാരാണെന്ന്. ഒരിക്കലും, ബിക്കോസ് നമ്മളെപ്പോഴും മനസ്സിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്ച്വലി റിസീവ് ചെയ്യുന്നത്. സോ ഓൾവേസ് ഇഫ് യു ആർ ടെലിംഗ് ദാറ്റ് ഐ എം അൺലക്കി, എനിക്ക് ഭാഗ്യത്തിൻ്റെ അടുത്തോടെ പോയിട്ടില്ല എന്ന് നമ്മൾ എപ്പോഴും പറയുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, അങ്ങനെ തന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത്. ഇപ്പം നമുക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി അപ്ലൈ ചെയ്തു, അത് കിട്ടിയില്ല. അപ്പം നമുക്ക് കണ്ടോ, എനിക്ക് ഭാഗ്യമില്ല. ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോയി, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോഴേ തടസ്സങ്ങൾ, കണ്ടോ എനിക്ക് ഭാഗ്യമില്ല. ഇങ്ങനെയാണ് ബിക്കോസ് നമ്മൾ അറ്റ് ദി സെയിം ടൈം നമുക്ക് ഇത്രയും പഠിക്കാനുള്ള അല്ലേ, ഇത്രയും നല്ല സ്ഥലങ്ങളിൽ പഠിച്ച് നമുക്ക് ഇത്രയും ഒരു വിദ്യാഭ്യാസം കിട്ടി, നല്ലൊരു ഫാമിലി ഉണ്ട്, ആവശ്യത്തിന് പണമുണ്ട്, അങ്ങനെയുള്ള നല്ല കാര്യങ്ങളിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദി ബ്ലെസ്സിങ്സ് യു ഹാവ്, നമുക്ക് ലൈഫിലുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ വളരെ നന്ദി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതുമാത്രമായിരിക്കും വർദ്ധിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നതും എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കാണത്തുള്ളൂ. നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ഇതെല്ലാം ഒരു പേഴ്സ്പെക്റ്റീവാണ് ആക്ച്വലി. ഒരു കാര്യം ഇപ്പം നമുക്കിപ്പോൾ ഒരു ജോലി അപ്ലൈ ചെയ്ത് ജോലി കിട്ടിയില്ല എങ്കിൽ നമ്മൾ വിചാരിക്കുക, ഒരു പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാൾ, അതായത് പോസിറ്റീവ് കാര്യങ്ങളെ ഞാൻ ഭാഗ്യവാനാണ്, ഐ എം ലക്കി ഇനഫ് എന്ന് ചിന്തിക്കുന്ന ഒരാൾ എപ്പോഴും വിചാരിക്കും, ഓക്കെ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കില്ല, എനിക്ക് ഇതിനേക്കാളും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേറെ വരും എന്ന് ഉടനെ ചിന്ത വരും. ഇതെല്ലാം നമ്മുടെ മനസ്സിലെ ഫോക്കസ് അനുസരിച്ചിരിക്കും. മനസ്സിലായോ? അപ്പം നമ്മുടെ ഫോക്കസ് എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പിന്നെയും പുതിയ കാര്യങ്ങൾ, കുറേ സൗഭാഗ്യങ്ങൾ നമുക്ക് വരത്തേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മളെപ്പോഴും പറയാനുള്ളത് എന്താണ്, നമുക്ക് ഭാഗ്യം അടുത്തൂടെ വരുന്നില്ല എന്നാണ്. അതിന് മറിച്ച് നമ്മൾ ആക്ച്വലി പറയേണ്ടത് ഐ എം ദ ലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. ഭാഗ്യം എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ തന്നെയാണ്.
എന്ത് സംഭവിച്ചാലും എനിക്കത് നല്ലതിനായിരിക്കും, എനിക്കത് നല്ലതേ വരത്തുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിൽ പറയേണ്ടത്. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ. അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി, അതായത് നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾ വളരെ ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. അങ്ങനെ വിശ്വസിച്ച് തുടങ്ങി അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാ കാര്യത്തിലും നല്ലതേ കാണത്തുള്ളൂ, അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാം നല്ലതേ വരത്തുള്ളൂ. ബിക്കോസ് നമ്മളെല്ലാം ഒരു മാഗ്നറ്റ് പോലെയാണ്. നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതാണ് നമുക്ക് റിസീവ് ചെയ്യുന്നത്. നമ്മൾ പോസിറ്റീവ് കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്താൽ നമുക്ക് പോസിറ്റീവായി വരും. നെഗറ്റീവ് കാര്യങ്ങളിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ മനസ്സിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് തിരുത്തുക. പ്ലീസ് കറക്റ്റ് ഇറ്റ് ആൻഡ് ജസ്റ്റ് ഓൾവേസ് ടെൽ ദാറ്റ് ഐ ആം ദ ലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. എല്ലാം എനിക്ക് ഫേവറബിളായിട്ട് വരുന്നു എന്ന രീതിയിൽ വേണം നമ്മൾ എപ്പോഴും പറയേണ്ടത്. അങ്ങനെ ഒന്ന് തിരിച്ച് പറഞ്ഞു നോക്കും. എല്ലാ കാര്യങ്ങളും എനിക്ക് അനുകൂലമായിട്ട് വരുന്നു, ഞാൻ വളരെ ഭാഗ്യവാനാണ്, ഞാൻ വളരെ ഭാഗ്യവതിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങളുടെ ലൈഫിൽ പിന്നെയും ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട്. അതുകൂടാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അടുത്ത 21 days maybe what you can do is every day write at least 10 things for which you are grateful. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന, നിങ്ങൾ ഭാഗ്യവതിയാണ് അല്ലെങ്കിൽ ഭാഗ്യവാനാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇന്ന കാര്യങ്ങൾക്ക് ഞാൻ താങ്ക് യു പറയുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു 10 കാര്യങ്ങൾ എന്നും എഴുതി നോക്കും. അത് വേറൊന്നിനുമല്ല, നിങ്ങൾ നിങ്ങളുടെ സൗഭാഗ്യങ്ങളിലോട്ട് ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് കമൻറ്റ് ബോക്സിൽ ഒന്ന് യെസ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. അതുപോലെ എൻ്റെ പേഴ്സണൽ കോച്ചിങ് സെഷൻസ്, ഹാപ്പിനെസ് മൈൻഡ് സെറ്റ് കോച്ചിങ് 1-to-1 സെഷൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഒത്തിരി പേർക്ക് അത് വളരെ യൂസ്ഫുള്ളാണ്. അവരുടെയൊക്കെ ലൈഫ്സ് വളരെ ട്രാൻസ്ഫോം ആയി കഴിഞ്ഞിരിക്കുന്നു. എനിക്കും വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ പല ആൾക്കാരെയും ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്നതുകൊണ്ട്. So if you want to get the details regarding my personal coaching sessions, it's there in the description box. So അത് നോക്കി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. You can transform your life soon. Thank you.